ഗ്രഹശാസ്ത്രം അത് ഗ്രഹങ്ങളിൽ ആസ്പദപ്പെടുത്തിയിട്ടുള്ളതാണ്. ഗ്രഹജീവികളായിരിക്കുന്ന നമുക്കും ഒരാവർത്തന സ്വരൂപമുണ്ടാവും. നമ്മുടെ ജീവിതം മുഴുവനും കാര്യകാരണങ്ങളിൽ അധിഷ്ഠിതമാണ്. കാര്യകാരണങ്ങൾ, എന്തെങ്കിലും കാരണവും കാര്യവും ബന്ധപ്പെടും. കാര്യം എന്ന് പറയുന്നത് എന്താ? കാരണത്തിൻ്റെ നൂതന രൂപമാണ് കാര്യം. കാരണത്തിലില്ലാത്തത് കാര്യത്തിൽ ഉണ്ടാവില്ല. അപ്പം എന്ത് കാര്യം നടന്നാലും അതിൻ്റെ പിന്നിൽ ഒരു കാരണമുണ്ടാവും. അപ്പം ആ കാരണം അന്വേഷിച്ച് നമുക്ക് പോവാം. നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് ദ്രവ്യമല്ല, ഊർജമല്ല, ദ്രവ്യോർജങ്ങൾക്ക് അതീതമാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു മനസ്സിനെ പ്രപഞ്ചത്തിലുള്ള ഭൗതിക ശാസ്ത്രത്തിന് വിധേയമാക്കാൻ നമുക്ക് സാധിക്കില്ല. മനസ്സിൻ്റെ ഒരു ശാസ്ത്രം വേറെയാണ്. ഈ മനസ്സിന് സുഖദുഃഖങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആ ദുഃഖം അനുഭവിക്കുമ്പോൾ സമാധാനത്തിന് വേണ്ടിയാണ് നമ്മൾ ക്ഷേത്രത്തിൽ പോണത്, വിശ്വാസ കേന്ദ്രങ്ങളിൽ പലതും ചെയ്യുന്നത്. ഇതൊന്നും വേണ്ടാന്ന് പറഞ്ഞാൽ നമ്മൾ ജനങ്ങളെ വല്ലാതെ അപകടത്തിൽ ചാടിക്കുന്നതായിരിക്കും നമ്മുടെ സ്വഭാവം. ഈ ജ്യോതിഷശാസ്ത്രത്തിൽ നമുക്കിവിടെ പ്രശ്നചിന്ത, പ്രശ്നവിധി എന്നൊക്കെ പറഞ്ഞിട്ട് ചില സമ്പ്രദായങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു ഈ പ്രശ്നചിന്ത ഭാരതത്തിലെ എല്ലാ സ്ഥലത്തും ഉള്ളതല്ല. അത് കേരളത്തിന് ഒരു വിശേഷതയാണ്. ആയിക്കോട്ടെ, അങ്ങനെ നിന്നോട്ടെ. ആ പ്രശ്നം എവിടം കൊണ്ടാ ജയിക്കുക അല്ലെങ്കിൽ തോൽക്കുക എന്ന് ചോദിച്ചാൽ വലിയ ബുദ്ധിമുട്ടാണ്. എന്ത് പ്രശ്നം വയ്ക്കാനും കവടി നമ്മളോട് സംസാരിക്കില്ല. അവിടുത്തെ ചക്രങ്ങളും നമ്മളോട് സംസാരിക്കില്ല. അത് നോക്കിക്കണ്ട് പറയുന്നത് ജ്യോതിഷികളാണ്. അവരുടെ മനസ്സ്, അവരുടെ ബുദ്ധി. എല്ലാ ജ്യോത്സ്യന്മാരും ഒരുപോലെ ആവില്ല, ഏകതാനതയില്ല. ഒരാൾക്ക് തന്നെ എല്ലാ സമയവും ഒരുപോലെ ആവില്ല. ഇന്നലെ ബുദ്ധി സൂക്ഷ്മമായിരുന്നു, ഇന്ന് വല്ല ആവലാതിയും ഒന്നും സംസാരിച്ചു എന്ന് വരില്ല. അപ്പോൾ ഈ ജ്യോത്സ്യം എന്ന് പറയുമ്പോൾ അത് പറയുന്ന ആളെ ആശ്രയിച്ചാണ് ഇരിക്കുക. ആ പറയുന്ന ആളെ പറ്റി ജ്യോതിഷശാസ്ത്രം തന്നെ പറയുന്നത് എന്താ? ഊഹാപോഹപടുഃപ്രാജ്ഞോ എന്നൊക്കെയാണ്. കാര്യങ്ങളെ മനസ്സിലാക്കി ഊഹിച്ച് എടുക്കാൻ ബുദ്ധിയുള്ളവനാവണം. നല്ല ഒരു ഉപാസന വേണമെന്ന് പറയും. എന്ത്? സുബ്രഹ്മണ്യനെ നല്ലപോലെ ഉപാസിച്ച് ആ ഉപാസനാബലമുള്ളവർക്ക് പറയുമ്പോൾ ശരിയാവുള്ളൂ എന്നൊക്കെ പറയും. ആ പറയുന്ന ആൾക്ക് ദേഹക്ഷീണം വന്നാൽ, ചില ദോഷങ്ങൾ. എൻ്റെ പൂർവാശ്രമത്തിൽ നമ്മുടെ അമ്മയുടെ സഹോദരൻ നല്ല ഗണിതശാസ്ത്രവും ജ്യോത്സ്യവും അറിയുന്ന ആളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ അതായിരുന്നില്ല. അപ്പം അദ്ദേഹം ചില സമയത്ത് ചില കാര്യങ്ങളൊക്കെ പറയും. അപ്പം അതിൽ വരാഹമിഹിരൻ്റെ ഹോരയിൽ വരെ ഒരു പ്രസ്താവനയുണ്ടത്രേ. ഇപ്പം എനിക്കിത് വ്യക്തമായിട്ട് പറയാൻ അറിയില്ല, കുറച്ച് ഓർമ്മ വെച്ച് പറയുക. ബുധനാണെന്ന് തോന്നുന്നു. ആ ബുധൻ ഏതെങ്കിലും ഒരു രാശിയിൽ വന്നാൽ ഇന്നതാണ് ഫലം എന്ന് അദ്ദേഹം പറയുകയാണ്. ബുധൻ ആ രാശിയിൽ വരികയില്ല. അതും വരാഹമിഹിരൻ എഴുതിയിട്ടുണ്ടത്രേ. അവർ ജ്യോത്സ്യന്മാരുടെ ചർച്ചയിൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പം എന്ത് പറയാനാ, ജ്യോത്സ്യം അപാരമാണ്, ഞങ്ങളുടെ കണ്ണിൽ ഇത് പെടുന്നില്ല, അങ്ങയുടെ കണ്ണിൽ ഇത് പെടുന്നു എന്ന് പറഞ്ഞു അത്ര അവർ. അപ്പം നമ്മൾ ഒരു ശാസ്ത്രത്തെയും ധിക്കരിച്ച് പറയുകയില്ല എന്ന് പറയേണ്ട ആവശ്യമില്ല. പലർക്കും അത് സമാധാനം നൽകണം. ജ്യോതിഷശാസ്ത്രത്തിൻ്റെ ഉദ്ദേശം എന്താ? പൂർവ്വജന്മങ്ങളെക്കുറിച്ച് അവർ പറയുക, ഈ ജന്മങ്ങളെക്കുറിച്ച് അത്ര പറയില്ല. എന്തെങ്കിലും ഒരു അപകടം വന്നു, ഞാൻ നോക്കിയിട്ട് ഒരു കാരണവും കാണുന്നില്ലല്ലോ, അപ്പം അത്ര കഷ്ടപ്പെടാൻ എന്താ വേണ്ടേ? അപ്പോൾ പ്രശ്നം വെച്ചു, ഈ ജന്മത്തിൽ ഒരു കാരണവുമില്ല, പിന്നെ എവിടെയാ? ഇത് ആട്ടുമുട്ടിയോട് കുറുക്കം പറഞ്ഞ മാതിരി തന്നെ, നീ അല്ലെങ്കിൽ നിൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞു അത്രേ. അപ്പോൾ ഈ ജന്മത്തിൽ അല്ലെങ്കിൽ മുൻ ജന്മത്തിൽ. അപ്പോൾ മുൻ ജന്മത്തെക്കുറിച്ച് ആരെന്ത് പറഞ്ഞാലും വെരിഫൈ ചെയ്യാൻ പറ്റില്ലല്ലോ. അവർക്കൊരു സമാധാനം ഉണ്ടാക്കാൻ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. ആ പറഞ്ഞു കൊടുക്കുന്ന ഒരു വ്യവസ്ഥ നിലനിൽക്കണം. ആ നിലനിൽക്കുന്നതിന് അവസാനമായിട്ടുള്ള പ്രമാണം എന്താ? നമ്മുടെ ഗ്രഹങ്ങളാണ്. ആ ഗ്രഹങ്ങളുടെ സ്ഥിതിവിശേഷങ്ങളൊക്കെ വെച്ച് നമ്മുടെ പൂർവികർ ചിന്തിച്ച് മനുഷ്യജീവിതം എപ്പോഴായാലും ഒരു കൊല്ലത്തിൽ 365 ദിവസമുണ്ട്, 365 കാലുണ്ട്. അത് 12 മാസമായിട്ട് തിരിച്ചു. ആ 12 മാസത്തിൽ ചില നക്ഷത്രങ്ങളും ചാന്ദ്രമാസങ്ങളും ഒക്കെ ഉണ്ട്. ഈ ദിവസങ്ങൾക്കുള്ളിലല്ലേ എല്ലാവരും ജനിക്കുള്ളൂ. അപ്പം ജനിച്ചു കഴിഞ്ഞാൽ ഒരേപോലെയുള്ള ഒരു ജീവിതമാണല്ലോ ആവർത്തിച്ചു വരിക. ഞാൻ മദ്രാസ് എയർപോർട്ടിലായിരുന്നു പഴയ കാലത്ത്. അപ്പോൾ ഒരാൾ അവിടെ ടെലിഫോണിൽ വന്ന് സംസാരിക്കുക. അപ്പോൾ സംസാരിക്കുമ്പോൾ തോന്നി, എനിക്ക് അറിവുള്ള ഒരാളുടെ ശബ്ദം പോലെ ഇരിക്കുന്നുണ്ടല്ലോ എന്ന്. എൻ്റെ കൂടെയുള്ള ആളോട് പറഞ്ഞു, സ്വാമിജി അങ്ങനെ തന്നെയാണെന്ന്. പക്ഷേ ആളതല്ല. എന്നാലും ഞാൻ അവിടെ പോയി നോക്കി, ആൾ വേറെയാ, ശബ്ദം ഒന്നായി. എന്താ ഇതിനർത്ഥം? ഇവിടെ എല്ലാം ആവർത്തന. ഒരു വലിയ വെറൈറ്റി ഉണ്ടായി നിൽക്കുക, ഒരു സങ്കീർണത. അതിൽ ചിലതൊക്കെ ആവർത്തിച്ച് വരില്ലേ? ഒരുപോലെ ഇരിക്കുന്ന 2 വ്യക്തികളുണ്ടാവും, ഒരേ ശബ്ദമുള്ളവർ ഒന്നിലധികം ആൾക്കാരുണ്ടാവും.
അതുമാതിരി ഒരേ തലയിലെഴുത്തുള്ളവരും ഒന്നിലധികം ആൾക്കാരുണ്ടാവും. അപ്പം നമ്മുടെ ജ്യോതിഷശാസ്ത്രം എന്താ പറയണത്? ഇവിടെ ജനിക്കുന്ന കുട്ടികളെ മുഴുവനും അവർ ഈ 365 ദിവസത്തിൻ്റെ ഉള്ളിൽ ഓരോ രാശിയുടെയും സ്വാധീനത്തിൻ്റെ ഉള്ളിൽ അങ്ങനെ ജനിക്കുന്നവരാണെന്ന് സമയം നോക്കി രൂപീകരിച്ച് ഇറ്റ് ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ സയൻസ്. ആയിക്കോട്ടെ, അതതിൻ്റെ പാട്ടിലിരുന്നോട്ടെ, വേണമെങ്കിൽ സ്വീകരിക്കൂ, ഇല്ലെങ്കിൽ വേണ്ട. പക്ഷേ ഈ ജ്യോതിഷശാസ്ത്രമാണ് എല്ലാം നമ്മൾ പറഞ്ഞിരിക്കരുത്. അനന്യാശ്ചിന്തയന്തോ മാം യേ ജനാഃ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. അനന്യമായി എന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഭക്തൻ്റെ യോഗക്ഷേമങ്ങൾ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുമ്പോൾ അതും നിങ്ങൾ വിശ്വസിക്കണം. അതാണ് ഭക്തിയുടെ ഇൻഷുറൻസ്. അവിടേക്ക് എന്താ നിങ്ങൾ പോവാത്തത്? ജോസിൻ്റെ അടുത്ത് മാത്രം പോയിട്ട് നിർത്തണേന്ന് വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഈ കാര്യങ്ങളെപ്പറ്റി ഞാൻ എന്തിനു പറയണമെന്ന് ചോദിച്ചാൽ, ദുര്യോധനൻ ജനിച്ച സമയത്ത് ദുശ്ശകുനങ്ങൾ ധാരാളം ഉണ്ടായി. ആ കുട്ടിയുടെ കരച്ചിൽ വരെ പിഴവായിരുന്നു. ആ പിഴവിന് അനുഗുണമായി സ്ഥിരീകരിച്ചുകൊണ്ട് മൃഗങ്ങൾ വരെ കരഞ്ഞു. എന്നിട്ട് വളരെ വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കി ഈ കുട്ടി നശിപ്പിക്കേ ഉള്ളൂ എന്ന്. അവിടെ ജോസ്യൊന്നും വന്നിട്ടില്ലല്ലോ, പ്രത്യക്ഷമായി നടന്ന കാര്യങ്ങളാണ്. അതിൽ നൽകിയിട്ടുള്ള ഉപദേശം ധൃതരാഷ്ട്രൻ സ്വീകരിച്ചില്ല. എന്നിട്ട് എന്തുണ്ടായി? നശിച്ചു. ഇതാണ് യതോ ധർമ്മ തതോ ജയ എന്ന് പറയുന്നത്. ഇപ്പം ഇവിടെ ദുര്യോധനൻ്റെതായ യുക്തികളുണ്ട്. ഉലൂകനെ പറഞ്ഞയച്ചു. അവിടുന്ന് പറഞ്ഞയച്ചത് കൃഷ്ണനെയാണ്. കൃഷ്ണൻ ആ സന്ദേശം നൽകി. അതുപോലെ ഉലൂകനെ പറഞ്ഞയച്ചിരിക്കുന്നു ദുര്യോധനൻ. ഇപ്പം എന്തിനാ ദുര്യോധനന് കുറവ്? പറഞ്ഞയച്ചു, വളരെ യുക്തിമത്തായിട്ട് പലതും പറഞ്ഞ് ചൊടിപ്പിച്ചു. പക്ഷേ ഇതിൽ സത്യം എവിടെ കിടക്കണു എന്ന് നമ്മൾ മനസ്സിലാക്കണ്ടേ? ഇതുപോലെ തന്നെയാണ് കർണജീവിതത്തിനെ കുറിച്ച്. അതിനെപ്പറ്റിയും എനിക്ക് പരാമർശിക്കേണ്ടി വരും. എന്താ? ഇനിയിപ്പോൾ യുദ്ധം തുടങ്ങാൻ പോവുകയാണ്. ദുര്യോധനൻ ഭീഷ്മൻ്റെ അടുത്ത് ചെന്ന് ആ വ്യൂഹത്തിനെ പറ്റിയൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഓരോരുത്തരെയും പരാമർശിക്കുമ്പോൾ ആ ഭാഗം പറയുമ്പോൾ ഞാൻ വിശദമാക്കി പറയാം അവിടെ എന്താണ് പരാമർശം നടക്കുന്നത്. ഇവിടെ ദുര്യോധനെ പറ്റി പറഞ്ഞ മാതിരി അവിടെ കർണനെ പറ്റിയും നമുക്ക് പറയാനുണ്ടാവും. അപ്പം ഇതൊക്കെ ഒരു വ്യവസ്ഥയുടെ പേരിൽ നടക്കുന്നതാണെന്ന് മനസ്സിലാക്കുക. ആ വ്യവസ്ഥയെ മാറ്റിമറിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ സാധിക്കും. ജന്മാദ്യസ്യ യതോന്വയാദിതരതഃ ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട്. എവിടെ നിന്ന് ഈ ലോകമുണ്ടായിട്ടുണ്ടോ ആ ഉത്പത്തി സ്ഥാനത്തിന്, ആ പരമകേന്ദ്രത്തിന് ഈ ലോകത്തിൽ എന്ത് വ്യവസ്ഥകളെയും മാറ്റിമറിച്ച് സംരക്ഷണം നൽകാൻ സാധിക്കും. ആ സാധിക്കുന്നതാണല്ലോ ഹിരണ്യകശിപു മുതലായിട്ടുള്ള കാര്യങ്ങളിൽ തെളിയിപ്പിച്ചു തരുന്നത്. അപ്പം ഇതെല്ലാം വളരെ ദിവ്യമായി നാം പരിഗണിച്ച് ബുദ്ധി ഉപയോഗിച്ച് വിവേകം ഉപയോഗിച്ച് മുന്നോട്ട് പോകേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഈ ദുർലക്ഷണങ്ങളെ പറ്റി പറയുന്നത് പോലെയാണ് നമ്മുടെ ജ്യോതിഷശാസ്ത്രം. ഒരാൾ വന്ന് അഷ്ടമംഗല്യ പ്രശ്നത്തിന് വിളിച്ചു. അഷ്ടമംഗല പ്രശ്നത്തിന് വിളിച്ചപ്പോൾ ആ വിളിക്കാൻ വന്ന ആൾ എവിടെ നിന്നു, എങ്ങോട്ട് നോക്കി നിന്നു, നമസ്കരിച്ചുവോ, വേണ്ടതുപോലെ വിളിച്ചുവോ, ദക്ഷിണ എത്ര തന്നു, വെറ്റില എത്ര എണ്ണം ഉണ്ടായിരുന്നു, അതിൽ എത്ര എണ്ണം പഴുത്തുപോയി, ഉണങ്ങിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ചില ലക്ഷണങ്ങൾ ഇവർ പറയണു. എന്താ വിരോധം? സാമുദ്രിക ലക്ഷണങ്ങളുണ്ട്, ശരീര ലക്ഷണങ്ങൾ. ഒരാളുടെ മുഖം, മൂക്ക്, കൈവിരലിൻ്റെ നീളം, അതെങ്ങനെ ഇരിക്കണു എന്നുള്ള നോട്ടം, നഖം എങ്ങനെയുണ്ട്, ഇങ്ങനെ പലതും നോക്കിയിട്ട് പല ലക്ഷണങ്ങളും ഉണ്ട്. എന്തുകൊണ്ടില്ല? ദുര്യോധനൻ്റെ ജന്മം മുതൽക്ക് അവരുടെ അഭിപ്രായ വ്യത്യാസവും എതിരും പോരും എല്ലാം വരുന്നതിന് എത്രയോ കാലം മുമ്പ് ഒരു കുഞ്ഞ് പെറ്റ് അങ്ങോട്ട് വന്നിട്ടേ ഉള്ളൂ, ശ്വസിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ആ സമയത്ത് തന്നെ പ്രകൃതി തന്നെ സൂചിപ്പിച്ച് വളരെ വ്യക്തമാക്കി തന്നു ഇത് അപായപ്പെട്ടതല്ല, കുലനാശകനാണെന്ന്. അതാണ് ഇവിടെ യുധിഷ്ഠിരൻ പറയുന്നത്. കൃതഘ്നം വൈരപുരുഷം ദുർമതിം കുലപാംസനം. യുധിഷ്ഠിരൻ ദുര്യോധനെ വിശേഷിപ്പിച്ചത് എങ്ങനെയാ, എങ്ങനെ കുലപാംസനായി എന്നുള്ളതിനാണ് ഞാൻ ആ കഥ മുഴുവൻ പറഞ്ഞത്. എന്നിട്ട് യുധിഷ്ഠിരന്റെ സന്ദേശം തുടരുകയാണ്. പാണ്ഡവേഷു സദാ പാപ നിത്യം ജിംഹം പ്രവർത്തസേ സ്വവീര്യാദ്യഃ പരാക്രമ്യ പാപ ആഹ്വയത്തെ പരാൻ അഭീതഃ പൂരയൻ വാക്യം ഏഷ വൈ ക്ഷത്രിയഃ പുമാൻ. ദുര്യോധന, താൻ എന്നോട് പറഞ്ഞില്ലേ ക്ഷത്രിയവീര്യം കാണിക്കൂ, ക്ഷാത്രവീര്യം കാണിക്കൂ, ധർമ്മം ധർമ്മം സത്യം സത്യം എന്ന് പറഞ്ഞതുകൊണ്ടായില്ല. കൃഷ്ണനെയും എല്ലാവരെയും താൻ വെല്ലുവിളിക്കേണ്ടായി. അതിനൊക്കെ മറുപടി ഞങ്ങൾക്ക് പറയാനില്ലാത്തത് കൊണ്ടല്ല. ഞാൻ പറയാനുള്ളത് കേൾക്കൂ. പാണ്ഡവേഷു സദാ പാപം നിത്യം ജിംഹം പ്രവർത്തസേ. ജനിച്ച നാൾ മുതൽ, സ്വയം ചിന്തിക്കാൻ തുടങ്ങിയത് മുതൽ നീ പാണ്ഡവന്മാരിൽ എന്നും ചതിയും കളവും മാത്രമേ പ്രയോഗിച്ചിട്ടുള്ളൂ.
അരക്കില്ലം പണിത് അവിടെ ആതിഥേയ മര്യാദ കാണിക്കാനാണെന്നും പറഞ്ഞ് ഞങ്ങളെ ക്ഷണിച്ച് പാർപ്പിച്ചു. എന്നിട്ട് അതിൽ തീ കൊടുത്തു. ലോകത്തിൽ ആരെങ്കിലും ചെയ്യോ? ശത്രുക്കളെ നേരിടുകയാണെങ്കിൽ അവരോട് നേരിട്ട് ചെന്ന് പടപൊരുതി അവരെ തോൽപ്പിക്കുക ചെയ്യാം. അവരെ സൗമ്യതയോടുകൂടി വിളിച്ച് പാർപ്പിച്ച് അവർ താമസിക്കുന്നിടത്ത് കൊള്ളിവെക്കുക എന്ന് പറഞ്ഞാൽ ഇത് വീര്യത്തിനോ തേജസ്സിനോ പരാക്രമത്തിനോ നേരെ വാ നേരെ പോ എന്ന പെരുമാറ്റത്തിനോ ഏതിനെങ്കിലും യോജിക്കുന്നതാണോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ചെറുപ്പം മുതൽക്ക് ഞങ്ങളിൽ കളവും ചതിയെ നീ പ്രയോഗിച്ചിട്ടുള്ളൂ. സ്വവീര്യാദ്യ പരാക്രമ്യ പാപ ആഹ്വയതേ പരാൻ. മറ്റുള്ളവരെ വെല്ലുവിളിക്കുക. അത് വാക്കുകൊണ്ടാവട്ടെ മനസ്സുകൊണ്ടാകട്ടെ യുദ്ധസാമഗ്രികൾ കൊണ്ടാവട്ടെ. ആ വെല്ലുവിളിക്കുന്നതിന് മുൻപ് സ്വവീര്യാത് യഹ് പരാക്രമ്യ, സ്വന്തം വീര്യത്തിൽ ഉറച്ചു നിന്ന് ആ വീര്യപരാക്രമം പ്രദർശിപ്പിച്ചുകൊണ്ട് വേണം മറ്റുള്ളവരെ പോരിനോ എതിരിനോ വിളിക്കാൻ. അഭീത പൂരയൻ വാക്യം ഏഷവൈ ക്ഷത്രിയ പുമാൻ. ആ ആൾക്ക് ഒരു വിധത്തിലുമുള്ള പേടി ഉണ്ടാവരുത്. പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ കൃഷ്ണനെ ഇവിടുന്ന് പറഞ്ഞയച്ചു ദൂത സന്ദേശവുമായിട്ട്. ആ കൃഷ്ണനെ കെട്ടാൻ ചതിയിൽ പുറപ്പെടുകയല്ലേ താൻ ചെയ്തത്? ഒരു ദൂതനെ കെട്ടേണ്ട ആവശ്യം എന്താ? ദൂതൻ സന്ദേശം കൊണ്ടുപോകണേ ഉള്ളൂ. ആ സന്ദേശം കേൾക്കുക, സ്വീകരിക്കുകയാണെങ്കിൽ സ്വീകരിക്കുക, ഇല്ലെങ്കിൽ പറ്റില്ല, ഞങ്ങൾ യുദ്ധം ചെയ്യാൻ തന്നെയാണ് പോണത് എന്ന് പറഞ്ഞ് ഒരു വാക്ക് പറഞ്ഞയച്ചാൽ പോലെ. കൃഷ്ണൻ പറഞ്ഞതിന് മറുപടി പറയാൻ തനിക്ക് ഉണ്ടായിരുന്നോ? ഇല്ല. എന്നാൽ പോവാൻ കാലത്തോ യാത്ര പറഞ്ഞ് പോവാൻ പുറപ്പെട്ടപ്പോഴാണ് കെട്ടാൻ പുറപ്പെട്ടത്. ഇങ്ങനെ സർവ്വദിക്കിലും ചതിയെ പ്രയോഗിച്ചിട്ടുള്ളൂ. അതിൻ്റെ പിന്നിൽ കിടന്ന് കളിക്കുന്ന കളി എന്താ? അവനവൻ്റെ ഭയം, അവനവൻ്റെ ഭീരുത്വം. തനിക്ക് പ്രാപ്തിയുണ്ട്, ഉത്സാഹമുണ്ട്, കഴിവുണ്ട്, കുശലതയുണ്ട്, ശത്രുവിനെ നേരിടാൻ സാധിക്കും എന്നുള്ള ഒരു വസ്തുത തൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഇങ്ങനെ പെരുമാറേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഭീതിയില്ലാതെ പൂരയൻ വാക്യം ഏഷവൈ ക്ഷത്രിയ പുമാൻ. താൻ പറയുന്ന വാക്ക് വേണ്ടതുപോലെ നിർവഹിക്കും, പൂരിപ്പിക്കും എന്നുള്ളത് വന്നാലേ ഒരു മനുഷ്യനെ ക്ഷത്രിയ പുരുഷൻ, ക്ഷാത്രപുരുഷൻ എന്ന് പറയാറുള്ളൂ. നിർഭയം തൻ്റെ വാക്ക് പരിപാലിക്കാൻ സാധിക്കണം. ഏതായാലും ഇങ്ങനെ ഉലൂകനെ പറഞ്ഞയക്കേണ്ട ഒരു ആവശ്യമില്ല. നാളെ യുദ്ധം തീരുമാനിച്ചു കഴിഞ്ഞു. കൃഷ്ണൻ അപ്പം തന്നെ നിങ്ങളോട് പറഞ്ഞു, അമാവാസ്യ ദിവസം നമുക്ക് യുദ്ധം തുടങ്ങാം. ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലല്ലോ, അംഗീകരിച്ചില്ലല്ലോ. ഇനി അർജുനനെയും തേരിനെയും ശരങ്ങളെയും എല്ലാം നേരിട്ടോളൂ എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അതിനുശേഷം രണ്ടാമതൊരു ദൂത് പറഞ്ഞയക്കേണ്ട ആവശ്യമുണ്ടോ? ഞങ്ങൾ യുദ്ധത്തിന് തയ്യാറായിട്ട് തന്നെയായിരിക്കുന്നത്. ഇപ്പം പിന്നെ ഈ ഉലൂകനെ പറഞ്ഞയച്ച് ഇങ്ങനെ ചൊടിപ്പിച്ച് സംസാരിക്കേണ്ട ഒരു ആവശ്യം എവിടെയാ? പിഷ്ടപേഷണവത്. യുദ്ധം ചെയ്യാൻ തയ്യാറായി ഇരുകൂട്ടരും ഇരിക്കുമ്പോൾ പിന്നെ ഒരു സന്ദേശമുണ്ടോ അവിടെ? അപ്പം ആ സന്ദേശത്തിൻ്റെ അർത്ഥം എന്താ? ഞങ്ങളെ കുറച്ച് ഒടിപ്പിക്കണം എന്ന്. സപാപ ക്ഷത്രിയോ ഭൂത്വ അസ്മാൻ ആഹൂയ സംയുഗേ മാന്യാമാന്യാൻ പുരസ്കൃത്യ യുദ്ധം മാഗാ കുലാധമാം. ഈ വൈകിയ വേളയിലും എനിക്ക് ദുര്യോധന നിന്നോട് പറയാനുള്ളത് എന്താണെന്നറിയോ? സപാപ ക്ഷത്രിയോ ഭൂത്വ അസ്മാൻ ആഹൂയ സംയുഗേ. ക്ഷത്രിയ വംശത്തിൽ ജനിച്ചിട്ടുള്ള ഒരു കുഞ്ഞ്, ഒരു പുരുഷൻ പ്രായപൂർത്തി വന്നു, അസ്ത്രശസ്ത്രവിദ്യ പഠിച്ചു, കേവനായി എന്നുണ്ടെങ്കിൽ എന്താ വേണ്ടത്? ഞങ്ങളെപ്പോലെയുള്ളവരെ യുദ്ധത്തിന് വിളിച്ച് സ്വയം തൻ്റെ ശക്തി, കയ്യും കാലും അമ്പും വില്ലും എല്ലാമായി ഞങ്ങളെ നേരിടുക. ഇതാണ് ആവശ്യം. ഇപ്പം നീ ഉദ്ദേശിക്കുന്നത് എന്താ? മാന്യാൻ പുരസ്കൃത്യ യുദ്ധം മാഗാ കുലാധമാ. നിന്റെ ഉദ്ദേശം ശരിയല്ല. നീ എന്താ ചെയ്തിരിക്കണത്? ആ ഭീഷ്മ പിതാമഹനെ സേനാധിപനാക്കി വെച്ചു. എന്താ ഉദ്ദേശം? അദ്ദേഹത്തിന് പ്രായം എത്രയായി? ചെറുപ്പകാലം മുതൽക്ക് അച്ഛന് വേണ്ടി നൈഷ്ഠിക ബ്രഹ്മചര്യം അനുഷ്ഠിച്ച് ശന്തനുവിന് സത്യവതിയെ കല്യാണം കഴിക്കാൻ വേണ്ടി തൻ്റെ ജീവിതം തന്നെ പൂർണ്ണമായി ഒഴിവാക്കിയ ആളാണ്. സ്വതവേ വലിയ പ്രാജ്ഞനാണ് അദ്ദേഹം, നിസ്തുലമാണ് അദ്ദേഹത്തിൻ്റെ പ്രഭാവം. അസ്ത്രശസ്ത്ര വിദ്യയിലും തന്നെ, ജ്ഞാനത്തിലും തന്നെ, ആത്മസ്ഥിതിയിലും തന്നെ എല്ലാറ്റിലും നിസ്തുലനാണ്. പ്രായമാണെങ്കിൽ വേണ്ടതായി. അങ്ങനെ ഒരാളെ പിടിച്ച് സേനാധിപനായി മുമ്പിൽ വെച്ചു. എന്താ അതിൻ്റെ ഉദ്ദേശം? ഭീഷ്മൻ എന്ന് പറഞ്ഞാൽ തന്നെ പോലെയല്ല. നമ്മൾക്ക് രണ്ടുപേർക്കും സഹോദരന്മാരാണ്, തുല്യവയസ്കരാണ് എന്നുണ്ട്. നമുക്ക് രണ്ടുപേർക്കും ഒരുപോലെ ആരാധ്യനാണ് ഈ ഭീഷ്മൻ. രണ്ടുപേരും പഠിച്ചതും ഒരേ ആചാര്യൻ്റെ അടുത്ത് നിന്നാ ദ്രോണൻ. ഈ ഭീഷ്മനെയും ദ്രോണനെയും നമ്മളുടെ സൈന്യാധിപന്മാരൊക്കെ ആക്കി വെച്ച് അവരെ മുമ്പിൽ കൊണ്ടുവച്ചിട്ടാണ് നിന്റെ യുദ്ധത്തിനുള്ള പുറപ്പാട്. അവരോട് രണ്ടുപേരോടും അവിടുന്ന് മാറി നിൽക്കാൻ പറയും. എന്നിട്ട് ദുര്യോധന, നീയും നിന്റെ കൂട്ടക്കാരും മാത്രമായി ഞങ്ങളുടെ മുൻപിൽ നിൽക്കട്ടെ. പ്രായം കൂടിയവരെയോ മാന്യാൻ പുരസ്കൃത്യ യുദ്ധം മാഗാ കുലാധമാ. നീ ഒരു കുലാധമനല്ല എന്നുണ്ടെങ്കിൽ എന്തു വേണം? ഈ വയസ്സായവരെയൊക്കെ ആ യുദ്ധത്തിൽ നിന്ന് ഒഴിവാക്കണം. അതുപോലെ കൊച്ചുകുട്ടന്മാരെയും ഒഴിവാക്കണം.
പ്രായമായിട്ടില്ലാത്തവർ. അവർ രണ്ടുപേരും ആ പടക്കളത്തിലേക്ക് വരരുത്. നമുക്ക് തുല്യ വയസ്കരായിട്ടുള്ളവർ നമുക്ക് യുദ്ധം ചെയ്യാം. നമ്മുടെ ഭാഗത്തുനിന്ന് ആരെങ്കിലും സൈന്യത്തലവനാകട്ടെ. അല്ലാണ്ട് ഈ മുതുമുത്തശ്ശനെ പിടിച്ച് അവിടെ കൊണ്ടുവച്ചു, ആ ദ്രോണാചാര്യനെയും കൊണ്ടുവച്ചു. അവരുടെ മനസ്സ് സമ്മതിക്കുമോ വേണ്ടതുപോലെ പടപൊരുതിയാൽ തന്നെ എവിടെയാണ് ന്യായം എന്നുള്ളത് ആർക്കാ അറിയുക? അവരുടെ മുൻപിൽ നിന്ന് യുദ്ധം ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കുമ്പോൾ ഞങ്ങൾക്ക് എത്രത്തോളം ബുദ്ധിമുട്ട് അതിലുണ്ടാവും, അവർക്കും ഉണ്ടാവും. അപ്പം നീ നേരെ വാ നേരെ പോ എന്നുള്ളൊരു പെരുമാറ്റമല്ല നിനക്ക്. എല്ലാ വിധത്തിലും തെറ്റാണ്. യുദ്ധത്തിലും നീ തെറ്റ് തന്നെയാണ് ചെയ്യുന്നത്. അവനവന് ശൗര്യമുണ്ട്, പരാക്രമമുണ്ട്. നീ പറയുന്നത് പോലെയുള്ള വാക്ക്, ആ വാക്കിനൊത്ത മനസ്സുണ്ട്, മനസ്സിന് ധൈര്യവുമുണ്ട്, കഴിവുമുണ്ടെങ്കിൽ ഈ ഭീഷ്മരെയും ദ്രോണരെയും പടക്കളത്തിൽ നിന്ന് പോകാൻ പറയണം. കൃപാചാര്യരെ അവിടെ കൊണ്ടുവരരുത്. ഇത് വയസ്സായവരെ ഒക്കെ മുമ്പിൽ കൊണ്ടുവയ്ക്കുക. എന്നിട്ടോ ഞങ്ങളുടെ മനസ്സിന് വിഷമമുണ്ടാക്കത്തക്ക വിധത്തിൽ ഒരു പോര് സംഘടിപ്പിക്കുക. ഇത് ശരിയാണോ? നീ കുലാധമനാണ്. സപാപഃ ക്ഷത്രിയോ ഭൂത്വ അസ്മാൻ ആഹൂയ സംയുഗേ മാന്യാമാന്യാൻ പുരസ്കൃത്യ യുദ്ധം മാ ഗാഹ. കുലാധമ, ഈ വൈകിയ വേളയിലും എനിക്ക് പറയാനുള്ളത്, നിനക്ക് പട വേണോ? പട പൊരുതിക്കോ, ഞങ്ങളും പൊരുതാം. അതിൽ ജയിക്കേണ്ടവർ ജയിക്കട്ടെ, തോൽക്കേണ്ടവർ തോൽക്കട്ടെ. ധർമ്മം തുണയ്ക്കുകയാണെങ്കിൽ തുണയ്ക്കട്ടെ, അധർമ്മം തുണയ്ക്കാതെ ഇരിക്കുകയാണെങ്കിൽ അങ്ങനെ ആവട്ടെ. ഒരു തുറന്ന നിഷ്പക്ഷമായിട്ടുള്ള ഒരു യുദ്ധമായിരിക്കണം. 11 അക്ഷൗഹിണി സേന നിന്റെ ഭാഗത്തുണ്ട്, എനിക്കോ 7 അക്ഷൗഹിണിയേ ഉള്ളൂ. മതി, ഞാൻ ഈ 7 അക്ഷൗഹിണി കൊണ്ട് പൊരുതും. 11 അക്ഷൗഹിണിയെയും ഞാൻ നേരിടും. അതിന് ഞാൻ പുറമേ ഒരാളെ വിളിക്കില്ല, ഒന്നും ചെയ്യില്ല. നിന്റെ പക്ഷത്തിലുള്ളവരെ ആരെയും ഞാൻ സ്വാധീനിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാനും നോക്കുന്നില്ല. ആ യുദ്ധം വേണ്ടതുപോലെ ആവണം. നീ പറയുന്നത് പോലെ ക്ഷാത്രത കാണിക്കണമെങ്കിൽ ഇതൊന്നുമല്ല ചെയ്യേണ്ടത്. അപ്പൊ കുലാധമനായിരിക്കുകയാണ് നീ. ആത്മവീര്യം സമാശ്രിത്യ ഭൃത്യവീര്യം ച കൗരവ ആഹ്വയസ്വരണേ പാർത്ഥാൻ സർവഥാ ക്ഷത്രിയോ ഭവ. ഞാൻ നിന്നേക്കാളും പ്രായം കൂടിയവനാ, ജ്യേഷ്ഠനാ. ജ്യേഷ്ഠൻ എപ്പോഴും അനുജൻ നന്നായി കാണണം എന്നേ പറയാറുള്ളൂ. സാധാരണ പറയും സർവത്ര വിജയമിച്ഛേത് പുത്രാത് ശിഷ്യാദിച്ഛേത് പരാജയം എന്ന്. നമ്മുടെ ഭാരതത്തിലുള്ള വലിയ ഒരു മുദ്രാവാക്യം, ഒരു മൂല്യമാണിത്. എല്ലാ ദിക്കിലും ജയം തേടിക്കോളൂ, എന്നാൽ ശിഷ്യൻ്റെയും പുത്രൻ്റെയും കയ്യിൽ പരാജയമാണ് തേടേണ്ടത്. ഒരച്ഛൻ്റെ വിചാരം എന്താവണം? എൻ്റെ പുത്രൻ എന്നേക്കാൾ ശ്രേഷ്ഠനാവണം. ഒരു ഗുരുവിൻ്റെ അഭിപ്രായം എന്താ? തനിക്ക് പറയാനുള്ളത് പറഞ്ഞു, കൊടുക്കാനുള്ളത് കൊടുത്തു, പകർന്നു നൽകാനുള്ളത് പകർന്നു നൽകി, അത് മുഴുവനും വേണ്ടതുപോലെ കിട്ടി എന്നുണ്ടെങ്കിൽ തന്നേക്കാൾ ശോഭിക്കണം ശിഷ്യൻ എന്നാകണം ഗുരുവിൻ്റെ മനസ്സിലുള്ള വിചാരം. അങ്ങനെ വരുന്ന സമയത്ത് അതുപോലെ ഇപ്പം ഞാൻ ജ്യേഷ്ഠനായതുകൊണ്ട് എൻ്റെ അനിയൻ ദുര്യോധനും വേണ്ടതുപോലെ പെരുമാറി കാണുന്നുണ്ട്. ആ വിചാരം എനിക്ക് ഇപ്പോഴുമുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്താ പറയാനുള്ളത്? ആത്മവീര്യം സമാശ്രിത്യ. തൻ്റെ സ്വന്തമായിട്ടുള്ള വീര്യമുണ്ടല്ലോ, ആ വീര്യത്തിൽ മാത്രമേ നീ ആശ്രയിക്കാൻ പാടുള്ളൂ. എൻ്റെ പക്ഷത്തിൽ ജയിക്കാൻ വേണ്ടി എതിരാളികൾക്ക് മനോവിഷമമുണ്ടാവത്തക്ക വിധത്തിൽ അവിടെ മുത്തശ്ശനെയും ആചാര്യന്മാരെയും ഒന്നും കൊണ്ടു നിർത്തരുത്. ഭൃത്യവീര്യം ച കൗരവ. നിന്നെ തുണയ്ക്കാനായി അനവധി രാജാക്കന്മാരും അവരുടെ സേനകളും വന്നിട്ടുണ്ട്. എനിക്കൊരു വിഷമവും അതിൽ പറയാനില്ല. അവരൊക്കെ പടപൊരുതി ഒന്നുകിൽ ജയിക്കാൻ, ഇല്ലെങ്കിൽ ശത്രുക്കളുടെ ശരമേറ്റ് മരിച്ചു വീഴാൻ തയ്യാറോടുകൂടി വന്നിട്ടുള്ളവരാ. അങ്ങനെയുള്ള ആൾക്കാരോട് കൂടി ആഹ്വയസ്വരണേ പാർത്ഥാൻ. പൃഥാപുത്രന്മാരായിരിക്കുന്ന ഞങ്ങളെ വെല്ലുവിളിക്കുന്നത് അവനവൻ്റെ വീര്യത്തിലും ഭൃത്യവീര്യത്തിലും ഉറച്ചു നിന്നുകൊണ്ട് വേണം. വേറെ ഒരു സ്ഥലത്തേക്ക് മനസ്സോ കണ്ണോ കയ്യോ പോകരുത്. സർവഥാ ക്ഷത്രിയോ ഭവ. അങ്ങനെയാണെങ്കിൽ എല്ലാ പ്രകാരത്തിലും നീ ക്ഷത്രിയനാവും. നിന്റെ പുറപ്പാട് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് നീ ക്ഷത്രിയനല്ല, അക്ഷത്രിയനാണ്. ക്ഷത്രിയൻ്റെ ഒരു വേഷം മാത്രമേ ഉള്ളൂ. എന്തോ ക്ഷത്രിയ കുലത്തിൽ ജനിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. നിന്റെ പെരുമാറ്റത്തിലോ പ്രവൃത്തിയിലോ ഇതാ അന്തിമ നിമിഷത്തിലോ ഈ പടം നിർണായകമാവും, അതിന് സംശയമില്ല. നാളെ തുടങ്ങായി. അങ്ങനെ നിർണായകമായിരിക്കുന്ന പട പൊരുതുന്ന ആ വേളയിൽ പോലും നിനക്കൊരു ക്ഷാത്ര തേജസ്സോ ക്ഷാത്ര ഗുണമോ ആ ക്ഷത്രിയന്മാർക്കനുസരിച്ച ഒരു ശ്രേഷ്ഠതയോ നിന്റെ വാക്കിലോ പെരുമാറ്റത്തിലോ പോരിലോ ഞാൻ കാണുന്നില്ല. പരവീര്യം സമാശ്രിത്യ യസ് സമാഹ്വയതേ പരാൻ അശക്തഃ സ്വയമാദാതും ഏതദേവ നപുംസകം. പരവീര്യം സമാശ്രിത്യ. ഈ ശാസ്ത്രം അവതരിപ്പിക്കുന്ന സമയത്ത് ശരിയായ മാർഗം എന്താ എന്നുള്ളത് കാണിക്കണം. അത് കാണിച്ചു കഴിഞ്ഞതിന് ശേഷം തെറ്റെന്താ എന്നുള്ളതും ചൂണ്ടിക്കാണിക്കണം. അപ്പോഴേ ആ ശരി ഉറയ്ക്കുള്ളൂ. അപ്പം പറയുകയാണ് വേണ്ടത് ഇതാണ്, ഇനി വേണ്ടാത്തതെന്താ? പരവീര്യം സമാശ്രിത്യ യസ് സമാഹ്വയതേ പരാൻ.
തൻ്റെ കയ്യിലോ തൻ്റെ കൂടെ നിൽക്കുന്നവരിലോ ഉള്ളത് വിട്ട് അന്യൻ്റെ ശക്തിയെ ആശ്രയിച്ചുകൊണ്ട് ആരാണോ ശത്രുക്കളെ ആഹ്വാനം ചെയ്യുന്നത്, അശക്ത സ്വയമാദാതും ഏതദേവന പുംസകം, താൻ ഉദ്ദേശിച്ച കാര്യങ്ങളുണ്ടല്ലോ ആ കാര്യങ്ങൾ നേടിയെടുക്കാൻ തനിക്ക് സാധിക്കില്ല, ശക്തിയില്ല, കഴിവില്ല, കൗശലമില്ല, കേമത്വമില്ല, അറിവില്ല. അങ്ങനെ വരുമ്പോഴാണ് പരാശ്രയത്തോടു കൂടി പുറപ്പെടുന്നത്. എന്നിട്ട് ശത്രുക്കളെ വെല്ലുവിളിക്കുന്നത് ഒരിക്കലും ശരിയല്ല. ഇത് ആർക്ക് യോജിക്കുന്നതാ? ഷണ്ണന്മാർക്ക്, നപുംസകക്കാർക്ക് യോജിക്കുന്നതാണ്. അപ്പം നിന്റെ ഈ പ്രവൃത്തി ഉണ്ടല്ലോ, നീ ഉദ്ദേശിക്കുന്നതും പറഞ്ഞയച്ചതും എല്ലാം പരിഗണിച്ച് എനിക്ക് തോന്നുന്നത് നീ ആണും പെണ്ണും കെട്ട ഒരു പോക്കാണ് കൈക്കൊണ്ടിരിക്കുന്നത്. സത്വം പരേഷാം വീര്യേണ ആത്മാനം ബഹുമന്യസേ കഥമേവം അശക്തസ്ത്വം അസ്മാൻ സമഭിഗർജസി. എന്നിട്ട് ഞങ്ങളുടെ നേരെ ഗർജിക്കണു ഒരു ഉലൂകനെ പറഞ്ഞയച്ചിട്ട്. എൻ്റെ വാക്കുകൾ അവരോട് ഓരോരുത്തരോടും ഒറ്റയ്ക്ക് കൃഷ്ണൻ്റെ മുൻപിൽ വെച്ച് അർജുനനോട് പറയണം, ആ വൃഗോദരനായിരിക്കുന്ന ഭീമനോട് പറയണം, ധർമ്മിഷ്ഠൻ എന്ന് പേര് മാത്രമുള്ള യുധിഷ്ഠിരനോട് സംസാരിക്കണം എന്നിങ്ങനെ കൊള്ളിച്ച് നീ പറഞ്ഞയച്ചുല്ലോ. ഇത് ഒരിക്കലും ശരിയല്ല. ഇതാണ് യുധിഷ്ഠിരൻ്റെ മറുപടി. കൃഷ്ണൻ പറയണത് എന്താ? കൃഷ്ണന്റെ ഭാഗത്തിൽ നിന്ന് മദ്വജശ്ചാഭിഭൂയസ്തേ വക്തവ്യഃ സസുയോധനഃ ശ്വഇദാനീം പ്രപദ്യേഥാഃ പുരുഷോ ഭവദുർമതേ. കൃഷ്ണൻ പറയാൻ, മദ്വജശ്ചാഭിഭൂയസ്തേ വക്തവ്യഃ സസുയോധനഃ. ആര് പറഞ്ഞയച്ചു? ആ സുയോധനില്ലേ ഉലൂകൻ എന്തു വേണം? ഞാൻ ഈ പറയുന്ന വാക്ക് ഒരക്ഷരം വിടാതെ മാറ്റാതെ അതേ ശക്തിയോടുകൂടി അതേ കനത്തോടുകൂടി അവിടെ പറഞ്ഞു ധരിപ്പിക്കണം സുയോധനെ. ശ്വഇദാനീം പ്രപദ്യേഥാഃ പുരുഷോ ഭവദുർമതേ. ഇനി ഇവിടുന്ന് എത്ര മണിക്കൂറുണ്ട്? നാളെ വെളുപ്പാങ്കാലമാവാൻ, സൂര്യൻ ഉദിച്ച് ദിനം തുടങ്ങാൻ അധികം സമയമില്ല. അപ്പം നാളെയാണ് ദുര്യോധന നീ നിന്റെ പുരുഷത്വം തെളിയിപ്പിക്കേണ്ടത്. കൃഷ്ണൻ ഒരു സംശയവുമില്ല, ദുർമതേ എന്നാണ് പറയുന്നത്. ദുഷിച്ച ബുദ്ധിയോടുകൂടിയവനെ നീ എന്തു വേണം? നാളെ സൂര്യൻ ഉദിക്കാൻ കാത്തിരുന്ന് സൂര്യൻ ഉദിച്ചങ്ങോട്ട് ഉയരുന്നതോടുകൂടി പടക്കളത്തിലാണ് ഇനി വീര്യപരാക്രമങ്ങൾ മുഴുവൻ കാട്ടേണ്ടത്. നീ എത്ര കാട്ടിയാലും എനിക്കൊരു വിരോധമില്ല. മന്യസേയച്ച മൂഢത്വം നയോസ്യതി ജനാർദ്ദനഃ സാരഥ്യേന വൃതഃ പാർത്ഥൈഹി ഇതി ത്വം ന ബിഭേഷിച്ച. കൃഷ്ണന് എല്ലാം സമയോചിതം പറയാനറിയാലോ. വ്യാസദേവനാണോ എഴുതാൻ അറിവ് കുറവ്? മന്യസേയച്ച മൂഢത്വം, അല്ലേ മൂഢബുദ്ധേ, പടുവിഡ്ഢി. കൃഷ്ണൻ പറയാണ്, മന്യസേയച്ച നയോസ്യതി ജനാർദ്ദനഃ. ജനാർദ്ദനുണ്ടല്ലോ വാസുദേവൻ, യുദ്ധം ചെയ്യില്ല. അതെനിക്ക് വലിയ കാര്യമായി. അവർ രണ്ടാളും കൂടി പോയി അവിടെ എന്തിന്? സഹായം തേടാൻ. ആ സഹായം തേടാൻ പോയപ്പോൾ കൃഷ്ണന് വലിയ സംശയമായി. ആരാണാവോ മുമ്പിൽ വരിക? മുമ്പിൽ വന്നത് ആരാ? ദുര്യോധനൻ മുമ്പിൽ വന്നപ്പോൾ കൃഷ്ണനിപ്പോൾ ഉറക്കം എപ്പോൾ വേണമെങ്കിൽ വരാമല്ലോ. അപ്പോൾ ദുര്യോധനൻ വരണമെന്ന് കണ്ടപ്പോൾ കണ്ണടച്ച് അവിടെ അങ്ങോട്ട് കിടന്നു. അപ്പോൾ കൃഷ്ണൻ ഉറങ്ങുകയാണല്ലോ. ഉറങ്ങുന്ന സമയത്ത് എന്താ വേണ്ടത്? എണീക്കുന്നവരെ ഇരിക്കണം, എണീപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ദുര്യോധനൻ വലിയ കേമനായിട്ടാണ് വന്നിരിക്കുന്നത്. തൻ്റെ ഒരു ഗർവുണ്ട്. പോയതെന്തിനാ? സഹായം മേടിക്കാൻ. കൃഷ്ണപരമാത്മാവിൻ്റെ എന്തെങ്കിലും ഒരു യോഗ്യതയോ ശ്രേഷ്ഠതയോ ദുര്യോധനൻ അറിഞ്ഞാൽ തന്നെ വകവെച്ചുവോ? നല്ലോണം ആലോചിക്കണം. അവിടെ ചെന്ന് നല്ലോണം നോക്കി. അപ്പോൾ തലയുടെ ഭാഗത്ത് ഒരു സോഫ ഇട്ടിട്ടുണ്ട്. അവിടെ ചെന്ന് അങ്ങോട്ട് ഇരുന്നു ചാരി കേമായിട്ട് കാലുമ്മ കാല് കയറ്റി വെച്ച്. ഇതാണ് ദുര്യോധനൻ ചെയ്തത്. അർജുനൻ ഓടിക്കതച്ച് വരുമ്പോഴേക്കും നേരം വൈകി. എന്താ ചെയ്യുക? അവിടെ വന്നു. കൃഷ്ണനെ ആദ്യമായിട്ട് നമസ്കരിച്ചിട്ട് എവിടെയായിരിക്കുക? കാലിൻ്റെ ചോട്ടിലിരിക്കുക. നമുക്കൊക്കെ കൃഷ്ണൻ്റെ തലപ്പുറത്ത് ഇരിക്കേണ്ട ചോദ്യമില്ല. അവിടെ ദുര്യോധനൻ ഇരിക്കണമുണ്ട്. അപ്പോൾ ഒരു സംശയവുമില്ലാതെ അന്യോന്യം സംസാരിക്കാതെ കാലിൻ്റെ അവിടെ ഇരുന്നു. ഉറപ്പ് വരുത്തിയതിന് ശേഷം അർജുനൻ വന്ന് കാക്കലിരുന്നു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം കൃഷ്ണൻ കണ്ണ് തുറന്നങ്ങോട്ട് നോക്കിയപ്പോൾ ആരെയാ മുമ്പ് കാണുക? കാലിൻ്റെ അവിടെ ഇരിക്കുന്ന ആളെ. ഇങ്ങനെ കിടക്കുന്ന ആൾ കണ്ണ് തുറന്നിട്ട് ഇങ്ങനെയല്ലേ നോക്കുക. അപ്പോൾ അർജുനനെ കണ്ടു. അത് കഴിഞ്ഞ് തിരിഞ്ഞിങ്ങനെ നോക്കിയപ്പോൾ അവിടെ ദുര്യോധനനുണ്ട്. നന്നായി, രണ്ടാളും വന്നിട്ടുണ്ടല്ലോ. അവിടുന്ന് എണീറ്റു. എന്താ നിങ്ങൾക്ക് ആവശ്യം എന്നായി? യുദ്ധം വരാൻ പോണു. അങ്ങക്ക് ഞങ്ങളോട് തുല്യാവകാശവും തുല്യബന്ധമുണ്ട്. അതുകൊണ്ട് കൃഷ്ണ ഞങ്ങൾക്ക് വേണ്ടതുപോലെ സഹായിക്കണം. രണ്ടാളെയും സഹായിക്കണം, ഒരു കുറവും വരുത്തുന്നില്ല.
നിങ്ങൾ രണ്ടാളും എന്നോട് ബന്ധപ്പെട്ടവർ തന്നെയാണ്. അതുകൊണ്ട് ഇപ്പോൾ എന്തു വേണം? ഞാൻ പങ്കുവയ്ക്കാം വിഭവങ്ങളെല്ലാം. ഒരു ഭാഗത്ത് ദ്വാരകയിലത്തെ നാരായണീ സേന മുഴുവനും എല്ലാ വിധത്തിലുള്ള ആയുധങ്ങളും സാമഗ്രികളും സൗകര്യങ്ങളും യോഗ്യതകളുമായി നാരായണീ സേന മുഴുവനും ഒരു ഭാഗത്ത്. പിന്നെ ഒരു ഭാഗത്തോ ഈ കൃഷ്ണൻ മാത്രം. അതുമാത്രമല്ല, ഞാൻ ഒരു വിധത്തിലും ആയുധമെടുക്കുകയോ യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കുകയോ ചെയ്യില്ല എന്നൊരു പ്രതിജ്ഞയുണ്ട്. ഇതാണ് എൻ്റെ കയ്യിലുള്ള വിഭവം രണ്ടാൾക്ക് തിരിച്ചു വച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്ക് ഓരോന്നെടുക്കാം. അപ്പോൾ ഒരു ചോദ്യം, ആരാണ് മുമ്പ് ചോദിക്കുക? മുമ്പ് അവകാശം കൊടുക്കേണ്ടത് ചോദിക്കാൻ. ഒരു ടോസ് ഇട്ട് നോക്കുക എന്നൊക്കെ ഉണ്ടല്ലോ ക്രിക്കറ്റിലൊക്കെ, ഹെഡ് ടെയിൽ എന്നൊക്കെ പറയുന്നത്. കൃഷ്ണൻ പറഞ്ഞു, ആർക്കാ പിന്നെ മുമ്പ് ചോദിക്കാൻ അവകാശം കൊടുക്കേണ്ടത്? ഉടനെ പറഞ്ഞു ദുര്യോധനൻ, എനിക്കാണെന്ന്. കൃഷ്ണൻ അത് മുഴുവൻ വകവെച്ച് കൊടുക്കാൻ തയ്യാറായില്ല. എങ്ങാനും അബദ്ധം പറ്റിയാലോ എന്നൊരു പേടിയുണ്ട്, മുൻകരുതലുണ്ട്. അങ്ങനെ വന്നപ്പോൾ എന്തു ചെയ്തു? എല്ലാറ്റിനും വേണമല്ലോ ഒരു ന്യായം. അപ്പോൾ ഞാനാണ് മുമ്പ് വന്നത്, അതുകൊണ്ട് എനിക്ക് വേണം മുന്നവകാശം. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, മുമ്പ് വന്നത് താനാണെങ്കിലും ഞാൻ കണ്ടത് അർജുനെയാണ്. ഞാൻ കണ്ടത് അർജുനെയാണ്. ഇവിടെ തരാനുള്ള ആളാരാ? ഞാൻ. അപ്പം ഞാനാണ് ഇതിൽ പറയേണ്ടത്. നിങ്ങൾക്ക് ആരാണ് മുമ്പ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ എടുത്തോളൂ എന്നുള്ളത്. അപ്പം ഞാൻ കണ്ടത് അർജുനെയാണ്. മാത്രമല്ല അർജുനാണ് പ്രായം കൊണ്ട് ചെറുപ്പം. അപ്പോൾ എനിക്ക് തോന്നുന്നു നിന്റെ ഭാഗത്തിൽ നിന്നും എൻ്റെ ഭാഗത്തു നിന്നുമുള്ള മര്യാദ അർജുനന് മുന്നവകാശം കൊടുക്കുന്നതാണെന്ന്. മനസ്സില്ലാ മനസ്സോടുകൂടി സമ്മതിച്ചു ദുര്യോധനൻ. ആയിക്കോട്ടെ എന്ന്. അർജുനന് ഒരു സംശയം ഉണ്ടായില്ല. എനിക്ക് നാരായണീ സേന വേണ്ട, അങ്ങ് മാത്രം വന്നാൽ മതി, നിരായുധനായി വന്നാൽ മതി എന്ന് പറഞ്ഞു. ആവൂ, ഒരു ഉൾച്ചിരിയും ദീർഘശ്വാസമായി ആർക്ക്? ദുര്യോധനന്. കണ്ടില്ലേ അവൻ തന്നെയാണ് പമ്പരവിഡ്ഢി. അവന് ചോദിക്കാനുള്ളത് കൃഷ്ണനെയാണ്. അപ്പുറത്തുള്ള നാരായണീ സേന മുഴുവൻ അവന് വേണ്ട. ഇത് വലിയൊരു ഭാഗ്യവും അനുഗ്രഹവും തന്നെയാണ്. പൂർവ്വപുണ്യം കൊണ്ട് കിട്ടിയിട്ടുള്ളതാണ് എനിക്ക് ഈ അനുഗ്രഹം എന്ന് പറഞ്ഞ് സന്തോഷമായി നാരായണീ സേനയും കൊണ്ടാണ് പോയത്. അപ്പം കൃഷ്ണൻ യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കില്ല, ആയുധം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ പിന്നെ കൃഷ്ണന് എന്താണ് ഒരു ദൗത്യം? അർജുനന് ഒരു സംശയമില്ല, എന്നെ തേരാളിയായിട്ടിരിക്കണം. അതെന്താ എന്നെ തേരാളിയായിട്ടിരിക്കണം എന്ന് നീ പറയാൻ കാരണം എന്ന് കൃഷ്ണൻ ചോദിച്ചപ്പോൾ പറയാണ്, കൃഷ്ണ, ഞാൻ പല യുദ്ധങ്ങളും ചെയ്തു, എല്ലാറ്റിലും ജയിച്ചിട്ടുണ്ട്. അഭൂതപൂർവം ഇതം പ്രഥമമായിട്ടുള്ള ഒരു മഹാഭാരത യുദ്ധ. ഇതിൽ പലരെയും നേരിടേണ്ടി വരും. അപ്പുറത്ത് ഭീഷ്മൻ, ദ്രോണൻ മുതലായിട്ടുള്ളവരൊക്കെ ഉണ്ട്. എളുപ്പമുള്ള യുദ്ധമല്ലാതെ വളരെ ക്ലിഷ്ടമാണ്. ആ യുദ്ധത്തിൽ അങ്ങയെ തേരാളിയായി നിർത്തി യുദ്ധം ചെയ്ത് ജയിക്കണം എന്നുള്ളൊരു അഭിലാഷം എൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ഞാൻ ചോദിക്കാം. വളരെ യോഗ്യതയും പ്രഭാവവും കങ്കേമത്വമുള്ള ഒരാളാണ്. ആ ആളെ പിടിച്ച് തേരാളിയായി വയ്ക്കുകയല്ല വേണ്ടത്. പക്ഷേ അർജുനൻ പറഞ്ഞത് തേരാളിയായിട്ട് ഞാൻ പറയുന്നതനുസരിച്ച് തേര് തെളിച്ചു കൊണ്ടുപോകണം. കുതിരകളുടെ കടിഞ്ഞാണ് മാത്രമേ കയ്യിലുണ്ടാവുള്ളൂ. ഞാൻ രഥിയും അങ്ങ് സാരഥിയും ആവണം. രഥിക്ക് കീഴിലാണ് സാരഥി. കൃഷ്ണൻ എത്ര യോഗ്യതയുണ്ടെങ്കിലും ആ ഏറ്റവും എളിമയോട് കൂടിയിട്ടുള്ള പെരുമാറ്റത്തിന് ഒരു കുറവുമില്ല. ഒരു മനുഷ്യൻ ശ്രേഷ്ഠനും മഹാത്മാവുമാകുന്നത് എപ്പോഴാണ്? തൻ്റെ യോഗ്യത എവിടെ പോയാലും തൻ്റെ കയ്യിൽ നിന്ന് പോവില്ല. ഏത് സ്ഥാനത്തിരുന്നാലും ആ യോഗ്യത കാണിക്കാനും പ്രദർശിപ്പിക്കാനും ഒരു വിഷമം ഉണ്ടാവില്ല. അപ്പോൾ അറിവുള്ളവന് വിനയമാണ് പ്രമാണം. അപ്പോൾ തേരാളി സ്ഥാനത്ത് തന്നെ ഇരുന്നോളാം. ഇത്രയും വലിയ മഹാത്മാവായിരിക്കുന്ന ഞാൻ, എന്നെ അർജുനൻ തേരാളിയാക്കി വെച്ചു, അത് ശരിയായില്ല എന്ന് പറഞ്ഞ് എനിക്ക് വയറ്റിൽ വേദനയാ, തലവേദനയാ, ഞാൻ വരില്ല, അങ്ങനെ മുടക്കം, ലീവ്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. സന്തോഷമായിട്ട് സ്വീകരിച്ചു. ഇങ്ങനെയാണ് നമുക്ക് എന്ത് യോഗ്യതയുണ്ടെങ്കിലും സന്ദർഭ സൗകര്യങ്ങൾ അനുസരിച്ച് എത്ര എളിമയോടുകൂടി പെരുമാറാനും നമുക്ക് സാധിക്കണം. നമുക്കൊരു മഹാവാക്യം, ഒരു മൂല്യവാക്യമുണ്ട്, വിദ്യാ ദദാതി വിനയം എന്നാണ്. അറിവുണ്ടെങ്കിൽ ആ അറിവാളിക്ക് വിനയം അറിവിനേക്കാൾ കൂടുതൽ വേണം എന്നാണ് പ്രമാണം. ആ വാക്യം പറയുകയാണ് അവിടെ, മദ് വചശ്ചാഭിഭൂയസ്തേ വക്തവ്യസ്സ സുയോധനഃ ശ്വയിദാനീം പ്രപദ്യേഥാഃ പുരുഷോ ഭവദുർമതേ മന്യസേ യച്ഛ മൂഢത്വം നയോത്സ്യതി ജനാർദ്ദനഃ. ജനാർദ്ദനൻ അമ്പും വില്ലും എടുക്കാതെ ഒരു വിധത്തിലും യുദ്ധത്തിൽ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞ്, നേരിട്ട് യുദ്ധം ചെയ്യില്ല, പങ്കെടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ജനാർദ്ദനൻ നിസ്സഹായനാണ് അർജുനെയോ പാണ്ഡവന്മാരെയോ സഹായിക്കാൻ. അദ്ദേഹം യുദ്ധം ചെയ്യില്ല എന്ന് നീ വിചാരിക്കുന്ന പക്ഷം സാരഥ്യേന വൃതഃ പാർത്ഥൈരിതിത്വം ന ബിഭേഷിച്ച.
കൃഷ്ണനോട് സാരഥിയായി ഇരിക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് വിട്ട് ചില ദൗത്യങ്ങളുണ്ട് കേട്ടോ, അതവിടെ ഇരിക്കട്ടെ. സാരഥ്യേന വൃതഃ പാർത്ഥൈഹി ഇതി ത്വം ന ബിഭേഷിച്ച. അതുകൊണ്ട് നിനക്ക് ഒരു പേടിയില്ല. ഞാൻ പാണ്ഡവപക്ഷത്തിൽ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് കൃഷ്ണൻ ഒരു പ്ലസ് അല്ല, മൈനസ് അല്ലെങ്കിലും പ്ലസ് ഇല്ല. കൃഷ്ണന്റെ സാന്നിധ്യം കൊണ്ട് പാണ്ഡവന്മാർക്ക് ഒരു പണത്തൂക്കം ശക്തിയോ പ്രതിരോധമോ കൂടാൻ പോകുന്നില്ല എന്നാണ് നിന്റെ വിചാരം. ഒരു പേടിയില്ല. എന്നാ കേട്ടോളൂ, എൻ്റെ അഭിപ്രായം എന്താ, എൻ്റെ മനസ്സിലുള്ളത് എന്താണ്. ജഘന്യകാലമപ്യേതത് ന ഭവേത് സർവപാർത്ഥിവാൻ നിർദഹേയം അഹം ക്രോധാത് തൃണാനീവ ഹുതാശനഃ. ഒരു കാര്യം മനസ്സിലാക്കിക്കോ, നിങ്ങൾക്കറിയില്ലെങ്കിൽ എനിക്കറിയാം. എന്തായി? ഭാരതഭൂമിയിലുള്ള രാജാക്കന്മാർക്ക് എല്ലാവർക്കും അന്ത്യകാലം വന്നിരിക്കുക. ജഘന്യകാലമപ്യേതത്. ഈ യുദ്ധം നടക്കാൻ പോകുന്നുണ്ടല്ലോ. ഈ യുദ്ധം നടക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താ? ഇത് ഒരു ദുര്യോധനും ഒരു ഭീമനും തമ്മിലുള്ള യുദ്ധമല്ല. നമ്മുടെ ജംബൂദ്വീപത്തിൽ നിന്ന് പലയിടങ്ങളിൽ നിന്നും എത്തിച്ചേർന്നിട്ടുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം ലോകം മുഴുവനും നശിക്കാൻ പോകുന്ന ഒരു യുദ്ധമാണത്. നശിക്കുക എന്ന് പറഞ്ഞാൽ പാർത്ഥിവന്മാർ, രാജാക്കന്മാർ മുഴുവൻ എല്ലാവരും നശിക്കുകയാണ്. അന്ത്യകാലം വന്നു കഴിഞ്ഞു. അത് നല്ല പോലെ മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ പറയണു, നിർദഹേയം അഹം ക്രോധാത് തൃണാനീവ ഹുതാശനഃ. തീയുണ്ടല്ലോ, ആ തീയിൽ ഉണങ്ങിയ പുല്ല് എത്ര കെട്ടുകെട്ടായിട്ട് വാരിയിട്ടാലും എല്ലാറ്റിനെയും ദഹിപ്പിച്ച് തീയുടെ നാളങ്ങൾ ഇങ്ങനെ ജ്വലിച്ച് ജ്വലിച്ച് മേപ്പോട്ട് ഉയരും. അതേമാതിരി എൻ്റെ ക്രോധാഗ്നി കൊണ്ട് ഞാൻ ഈ വന്നിട്ടുള്ള രാജാക്കന്മാരെ മുഴുവനും ദഹിപ്പിക്കാൻ പോകുകയാണ്. കൃഷ്ണൻ സാരഥിയായിട്ടേ ഇരിക്കുള്ളൂ. കയ്യിൽ അമ്പും വില്ലും എടുക്കില്ല, ശസ്ത്രം പ്രയോഗിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ചക്രമടക്കം. അങ്ങനെ വരുമ്പോൾ ഒരു കണക്കുകൂട്ടലുണ്ട് ദുര്യോധൻ്റെ മനസ്സിൽ. പാണ്ഡവന്മാരുടെ പക്ഷത്തിൽ കൃഷ്ണൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിലും ആ സാന്നിധ്യം കൊണ്ട് അവർക്ക് യുദ്ധത്തിലൊരു പ്രയോജനം ഉണ്ടാവില്ല. അതുകൊണ്ട് എന്താ പേടിക്കാനുള്ളത് എന്നുള്ളൊരു ഹുങ്കും ധാരണയുണ്ട്. ആ ധാരണ ശരിയല്ല എന്ന് പറയുക. ഞാൻ സാരഥിയായിട്ടിരിക്കും. ഞാൻ എന്തിനാ സാരഥിയാവുന്നത്? അർജുനൻ്റെ തേര് തെളിച്ചു കൊണ്ടുപോകാൻ. എന്തിനാ? അർജുനനും അർജുനൻ്റെ പക്ഷവും ജയിക്കണം, അതാണല്ലോ ആവശ്യം. അപ്പം ഞാൻ എൻ്റെ രഥി ജയിക്കണം എന്ന് എനിക്കുണ്ടാവുമല്ലോ. അപ്പം ഒരു കാര്യമുണ്ട്, ആ ജയത്തിന് വേണ്ടി വന്നാൽ എൻ്റെ ക്രോധാഗ്നി എന്ന് പറഞ്ഞാൽ എന്താ? മനസ്സ്. എൻ്റെ ശരീരം അസ്ത്രശസ്ത്രങ്ങൾ പ്രയോഗിക്കില്ല, യുദ്ധസാമഗ്രികൾ ഒന്നും കയ്യിൽ ഏന്തില്ല എന്നുള്ളത് ശരിയാ. പക്ഷേ എൻ്റെ മനസ്സിനെ തടയിട്ട് നിർത്താൻ സാധിക്കില്ല. ആ മനസ്സിൽ എപ്പോഴൊക്കെ അസഹിഷ്ണുത വരുന്നു, ക്രോധം വരുന്നു, ആ ക്രോധാഗ്നി കൊണ്ട് മാത്രം അഗ്നി പുല്ലിനെ എന്ന പോലെ ദഹിപ്പിക്കാൻ എനിക്ക് സാധിക്കുന്ന ദുര്യോധന, നീ നല്ല പോലെ മനസ്സിലാക്കണം എന്ന് പറഞ്ഞ് നിന്റെ ധാരണയ്ക്ക് ഒരു കുറവും വേണ്ട. ഞാൻ പടപൊരുതില്ല എന്നുള്ളത് ശരിയാ. യുധിഷ്ഠിരനിയോഗാത്തു ഫാൽഗുനസ്യ മഹാത്മനഃ കരിഷ്യേ യുധ്യമാനസ്യ സാരഥ്യം വിജിതാത്മനഃ. യുധിഷ്ഠിരനിയോഗാത്തു ഫാൽഗുനസ്യ മഹാത്മനഃ കരിഷ്യേ യുധ്യമാനസ്യ. ഞാൻ സാരഥിയാകാം എന്ന് പറഞ്ഞ് എന്നെ സാരഥിയായി സ്വീകരിച്ചിരിക്കുന്നത് ആരാ? ഉപായപ്പെട്ട ആളല്ല, അർജുനനാണ്. ആ അർജുനൻ എങ്ങനത്തവനെയാ? നിന്നെ പോലെയുള്ളവനല്ല, വിജിതാത്മാവാണ്. വിജിതാത്മാവാണ്. യുധിഷ്ഠിരനിയോഗാത്തു. യുധിഷ്ഠിരൻ പറയുന്നതനുസരിച്ച് ഞാൻ പ്രവർത്തിക്കും. ഫാൽഗുനസ്യ മഹാത്മനഃ. ഫാൽഗുനൻ മഹാത്മനഃ, നിയന്ത്രിച്ച ചിത്തൻ വിജിതാത്മാവുമായിരിക്കുന്ന ഫാൽഗുനനുണ്ട്. അവർ രണ്ടുപേരുടെയും ആജ്ഞയനുസരിച്ച് കരിഷ്യേ യുധ്യമാനസ്യ സാരഥ്യം. ഒരു സാരഥി ശരിക്കും എന്തു വേണോ അതൊക്കെ ചെയ്യും. സാരഥിയുടെ ഉദ്ദേശങ്ങൾ, സാരഥിയുടെ യോഗ്യത മഹാഭാരതത്തിൽ പലയിടത്തും ലിസ്റ്റ് ചെയ്ത് കാണും. ഒരു സാരഥി എങ്ങനത്തവനാവണം? രഥിയെ എവിടെയൊക്കെ കൊണ്ടുപോയാൽ താൻ ചെയ്യുന്ന യുദ്ധം ഭംഗിയാവോ ഫലപ്രദമാവോ അതനുസരിച്ച് തെളിച്ച് കൊണ്ടുപോകണത്രേ. എങ്ങാനും രഥിക്ക് മനസ്സിന് മൗഢ്യമോ ബുദ്ധിക്ക് എന്തെങ്കിലും വേഗത കുറവോ വന്നാൽ അത് പറഞ്ഞ് ഉത്സാഹപ്പെടുത്തി വീര്യവും പരാക്രമവും കയറ്റിക്കൊണ്ട് തന്നെ ഇരിക്കണം. നേരെ മറിച്ച് ഈ സാരഥി തേജോവധം ചെയ്യുകയാണെങ്കിലോ എത്ര നല്ല രഥിയും തകരാറിലായി പോകും. അപ്പം സാരഥിയുടെ ദൗത്യം വളരെ വിശേഷപ്പെട്ടതാണ്. അത് തന്നെയാണല്ലോ കൃഷ്ണൻ നിർവഹിക്കാൻ പോണത്. യുദ്ധം ചെയ്യുന്നതിന് മുൻപ് തൻ്റെ രഥി ആകെപ്പാടെ തളർന്നു. അപ്പം ആ തളർച്ച മാറ്റി കൊടുക്കണം. സാധാരണ യുദ്ധക്കളത്തിൽ വെച്ചാൽ തളർച്ച സംഭവിക്കുന്നത് പടപൊരുതിയിട്ടാണ്. എങ്ങനത്തെ തളർച്ച? മനസ്സിന് ഈ യുദ്ധം ശരിയല്ലല്ലോ,
എൻ്റെ പിതാമഹനെയും ഗുരുനാഥനെയും എനിക്ക് നേരിടേണ്ടി വരുന്നുണ്ടല്ലോ, ഇത് കൊടും പാപമാണ്, ഞാൻ ചെയ്യില്ല. അപ്പം ആശയത്തെളിച്ചമില്ലാത്തത് കൊണ്ടും സമയോചിതമായ മനസ്സാന്നിധ്യത്തിൻ്റെ കുറവ് കൊണ്ടും ശരിയല്ലാത്ത വികാരങ്ങൾ ശക്തമായി പ്രകടമായതുകൊണ്ടും ആകെ മൊത്തം ഒരു ബലഹീനത സംഭവിച്ച് കയ്യിൽ നിന്ന് അമ്പ് വിഴാനാണല്ലോ പോകുന്നത്. അപ്പം അങ്ങനെയുള്ള നിലയിലും സാരഥിയുടെ ദൗത്യം എന്താ? ആ രഥിയെ എല്ലാ തളർച്ചയും മാറ്റി യുദ്ധത്തിന് സജ്ജനാക്കി തീർക്കുന്നതാണ് രഥിയുടെ ചുമതല, സാരഥിയുടെ ചുമതല. ആ സാരഥ്യവും കൂടി കൃഷ്ണൻ നിർവഹിക്കുന്നുണ്ട്. യുധിഷ്ഠിരനിയോഗാത്തു ഫാൽഗുനസ്യ മഹാത്മനഃ കരിഷ്യേ യുധ്യമാനസ്യ സാരഥ്യം വിജിതാത്മനഃ യദ്യുത്പതസി ലോകാം സ്ത്രീൻ യദ്യാവിശസി ഭൂതലം തത്ര തത്രാർജുനരഥം പ്രഭാതേ ദ്രക്ഷ്യസേ പുനഃ. ദുര്യോധന, അധികമൊന്നും സംസാരിക്കണ്ട. നാളെ കാലത്തേക്ക് ഇന്ന് കുറച്ച് കിടന്ന് ഉറങ്ങിക്കോളൂ, ഉത്സാഹത്തോടു കൂടി എണീക്കൂ. നാളെ കാലത്ത് നീ എന്ത് കാണുന്നറിയോ? യദ്യുത്പതസി ലോകാം സ്ത്രീൻ യദ്യാവിശസി ഭൂതലം. ഈ 3 ലോകങ്ങളും പറന്നു മുകളിലേക്ക് പോയാൽ അവിടെ, ഇനി ഈ ഭൂമി മുഴുവനും പാതാളത്തിലേക്ക് വീണു എന്നിരിക്കട്ടെ, അവിടെയും ഈ 2 സ്ഥലത്ത് ഞാൻ അർജുനന്റെ രഥം തെളിച്ച് കൂടെ നിന്റെ മുൻപിലുണ്ടാവും. 3 ലോകവും പറന്നങ്ങോട്ട് മുകളിലേക്ക് പൊക്കോട്ടെ, ഞാനും എൻ്റെ ഫൽഗുനന്റെ തേരും കുതിരകളും അവിടെ ഉണ്ടാവും എന്നാ പറയുന്നത്. യദ്യുത്പതസി ലോകാം സ്ത്രീൻ യദ്യാവിശസി ഭൂതലം. ഇനി മണ്ണ് മുഴുവനും ഭൂതലം മുഴുവൻ പാതാളത്തിലേക്ക് ചാടി അങ്ങോട്ട് വീണു, ഇറങ്ങി വീണു, വഴിക്ക് വീണു എന്നിരിക്കട്ടെ, അവിടെ ഉണ്ടാവും അർജുനന്റെ കൊടിക്കൂറയും ആ തേരുകളും ഈ കൃഷ്ണനും സാരഥി. തത്ര തത്രാർജുനരഥം പ്രഭാതേ ദ്രക്ഷ്യസേ പുനഃ. നിനക്ക് നേരിട്ട് കാണാം, കുറച്ച് മണിക്കൂർ അങ്ങോട്ട് കഴിഞ്ഞോട്ടെ, വെളുപ്പാൻ കാലം ആവട്ടെ, അപ്പം കാണാം ഈ സാരഥി, ഈ കൃഷ്ണൻ, നീ വില വയ്ക്കാതെ പേടിക്കാതെ ഇരിക്കുന്ന ഈ കൃഷ്ണനുണ്ടല്ലോ, ആ കൃഷ്ണൻ എങ്ങനെ അർജുനന്റെ തേരുമായി നിന്റെ മുൻപിൽ എവിടെ നോക്കിയാലും അവിടെ പ്രത്യക്ഷപ്പെടുന്നത്. തത്ര അർജുനരഥം പ്രഭാതേ ദ്രക്ഷ്യസേ പുനഃ യച്ചാപി ഭീമസേനസ്യ മന്യസേ മോഘഭാഷിതം ദുശാസനസ്യ രുധിരം പീതം അദ്യാവധാരയാ. നീയെ പരിഹസിച്ച് കളിപ്പിച്ച് ചൊടിപ്പിച്ച് ഉലൂകൻ്റെ അടുത്ത് പറഞ്ഞയച്ചു. എന്ത്? എന്നെ പൊണ്ണത്തടിയാ, നിന്റെ പൊങ്ങച്ചം പറഞ്ഞത് ഓർമ്മയില്ലേ നിനക്ക്? ദുശാസനൻ തട്ടിയിട്ട് മറിച്ച് പൊളിച്ച് അവൻ്റെ തേര് കുടിച്ച് കയ്യിൽ മുഴുവൻ നിറച്ച് അങ്ങനെ അങ്ങോട്ട് പോരാന്നൊക്കെ പറഞ്ഞില്ലേ? അത് കാണിക്കാനുള്ള സമയമായിരുന്നു. എനിക്ക് നിന്നോട് പറയാനുള്ളത്, യച്ചാപി ഭീമസേനസ്യ മന്യസേ മോഘഭാഷിതം. അതിനുള്ള യോഗ്യത തനിക്കില്ല, തന്നെ കൊണ്ടത് സാധിക്കില്ല, വെറും പൊങ്ങച്ചമാണത്, വീമ്പിളക്കാണ് ചെയ്യണത് ഭീമൻ എന്ന് നിനക്ക് തോന്നിയല്ലോ. അങ്ങനെയല്ല. ദുശാസനസ്യ രുധിരം പീതം അദ്യാവധാരയ. ഇന്ന് തന്നെ ദുശാസനെ പിളർന്ന് രുധിരം ചോര കുടിച്ചു കഴിഞ്ഞു എന്ന് കണക്കാക്കിക്കോ. നാളേക്ക് നിൽക്കണ്ട, സംഗതി ഇവിടെ നടന്നു കഴിഞ്ഞു, നാളെ നിന്റെ കണ്ണിന് മുൻപിൽ പ്രത്യക്ഷപ്പെടും. ഇതാണ് സ്ഥിതി. ഇതാണ് കൃഷ്ണന് പറയാനുണ്ടായിരുന്നത്. അർജുനൻ കുറച്ചും കൂടി സംസാരിച്ചു. എന്താ അത്? യസ്ത്വം വൃദ്ധം സർവരാജ്ഞാം ഹിതബുദ്ധിം ജിതേന്ദ്രിയം മരണായ മഹാപ്രാജ്ഞം ദീക്ഷയിത്വാ വികഥസേ. യസ്ത്വം വൃദ്ധം സർവരാജ്ഞാം ഹിതബുദ്ധിം ജിതേന്ദ്രിയം മരണായ മഹാപ്രാജ്ഞം ദീക്ഷയിത്വാ വികഥസേ. ദുര്യോധനന്റെ ഈ പൊലമ്പൽ മുഴുവൻ എങ്ങനെയാ? എന്താ തൻ്റെ കയ്യിലുള്ള ബലം? തൻ്റെ കയ്യിലുള്ള ബലം ഒന്നു മാത്രം. ആരാ? മുത്തശ്ശൻ. അദ്ദേഹം സേനാപതിയായി ഇരുന്നാലും ധർമ്മത്തിൻ്റെ ഗതി മാറാൻ പോകുന്നില്ല. നീ ചൊടിപ്പിച്ച് സംസാരിച്ചോ, ഉലൂകനെ പോലെ ഒരു 100 ഉലൂകന്മാരെ പറഞ്ഞയച്ചോ. ലോകത്തിൽ ധർമ്മം സത്യം എന്നൊന്നുണ്ട്. ആ ധർമ്മത്തിൽ നിന്നും സത്യത്തിൽ നിന്നും വേറിടാത്തവരാണ് ഞങ്ങൾ. ഞങ്ങളുടെ ലീഡറാണ്, നേതാവാണ് യുധിഷ്ഠിരൻ. ആ യുധിഷ്ഠിരൻ ഞങ്ങൾക്കൊന്നും ഇഷ്ടമല്ലാതെ ചൂത് കളിക്കാൻ വഴങ്ങിയാലും അദ്ദേഹത്തിനോടുള്ള കൂറും കടപ്പാടും പോകാതെ സൂക്ഷിക്കാൻ വേണ്ടിയാണ് ഒരു വിരലനക്കാതെ, നാവനക്കാതെ ഞങ്ങളത് സ്വീകരിച്ചത്. അങ്ങനെ ഏതെങ്കിലും ഒരു കാര്യം നീ സ്വീകരിച്ചിട്ടുണ്ടോ നിന്റെ ജീവിതത്തിൽ? നിന്റെ അച്ഛൻ്റെ ഇഷ്ടമോ, മുത്തച്ഛൻ്റെ ഇഷ്ടമോ, ആചാര്യൻ്റെ ഇഷ്ടമോ ഏതെങ്കിലും ഒന്ന് നീ പാലിച്ചിട്ടുണ്ടോ? എന്തടിസ്ഥാനത്തിലാണ് നീ ഉലൂകനെ പറഞ്ഞയച്ച് ഞങ്ങളോട് ഈ ചൊടിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞത്? എന്താണ് ഇതിൻ്റെ പിന്നിൽ? ഏതെങ്കിലും ഒരെണ്ണം എടുത്തു പറയേ. യസ്ത്വം വൃദ്ധം സർവരാജ്ഞാം ഹിതബുദ്ധിം ജിതേന്ദ്രിയം. സർവരാജ്ഞാം ഹിതബുദ്ധിം ജിതേന്ദ്രിയം മരണായ മഹാപ്രാജ്ഞം ദീക്ഷയിത്വ എന്നാ പറയുന്നത്.
ആ മുത്തശ്ശനെ കൊണ്ട് സേനാപതിയാക്കിയതിൻ്റെ അർത്ഥം എന്താ? മരണദീക്ഷ എടുത്തു എന്ന അർത്ഥം. യുദ്ധത്തിൽ പെരണ്ടു വീണതിന് ശേഷം ആ യുദ്ധം കഴിഞ്ഞിട്ടും ആ യുദ്ധക്കളം വിട്ടുപോകാതെ ഉത്തരായനം വരട്ടെ എന്ന് പറഞ്ഞ് ശരശയ്യയിൽ കിടക്കാൻ പോവാണ് ആര്? ഭീഷ്മൻ. അപ്പൊ അദ്ദേഹത്തിനെ കൊണ്ട് ഈ സേനാപതി ആക്കിയതിൻ്റെ ഉദ്ദേശം എന്താ? മരണായ ദീക്ഷയിത്വ. പ്രേക്ഷകരെ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഈ പറയുന്നത്? മരണത്തിനുള്ള ദീക്ഷയാണ് എടുപ്പിച്ചിരിക്കുന്നത് മുത്തശ്ശനെ കൊണ്ട്. എന്നിട്ടാണ് നിന്റെ ഉലൂക സന്ദേശം. ഉലൂകൻ വന്നിട്ട് പറയുന്നു. ഈ പറയുന്നതിൽ എന്തെങ്കിലും ഒരു കഴുമ്പുണ്ടോപ്പാ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ആരെങ്കിലും ഇങ്ങനെ ഒരു കൊടുങ്കയ്യെ ആരെങ്കിലും ചെയ്യുമോ? അത് ആ മുത്തശ്ശനെ വേണോ അവിടെ സേനാപതിയാക്കി വയ്ക്കാൻ? ചെറുപ്പക്കാരായിട്ടുള്ളവർ, ചെറുപ്പക്കാരുണ്ട് പലരും, അവരിൽ ആരെങ്കിലും ഒരാളെ പിടിച്ച് വയ്ക്കുകയല്ലേ ആവശ്യം? മുത്തശ്ശൻ്റെ ഉപദേശം വേണമെങ്കിൽ സ്വീകരിച്ചോളും. അപ്പം ഇത്രയും പ്രായമായി വളരെ മഹാപ്രാജ്യനാണ്, തേജസ്വിയാണ്, നിഷ്പക്ഷമതിയാണ്, ശത്രുക്കൾക്ക് പോലും ആരാധ്യനാണ്. അങ്ങനെ ഒരാളെ പിടിച്ച് മരിക്കൂ എൻ്റെ മുത്തശ്ശ, എൻ്റെ കൂടെ നിന്ന് എനിക്ക് വേണ്ടി ആദ്യം വീണത് അങ്ങയാവണം എന്ന് പറഞ്ഞിട്ട് മരണദീക്ഷ എടുപ്പിച്ചിട്ടാണല്ലോ ഞങ്ങളോട് ഈ പൊങ്ങച്ചം പറയണത്. അപ്പൊ ഇവിടെ പൊങ്ങച്ചക്കാരൻ ആരാ? യസ്യ വീര്യം സമാശ്രിത്യ ധാർത്തരാഷ്ട്ര വിഗദ്ധസേ ഹന്താസ്മി പ്രഥമം ഭീഷ്മം മിഷതാം സർവധന്വിനാം. യസ്യ വീര്യം സമാശ്രിത്യ ധാർത്തരാഷ്ട്ര വിഗദ്ധസേ. ആരുടെ വീര്യം, ആരുടെ പ്രാജ്ഞത്വം, ആരുടെ അജയ്യത്വം ആശ്രയിച്ചുകൊണ്ടാണോ, കണക്കാക്കിക്കൊണ്ടാണോ ധാർത്തരാഷ്ട്ര, ധൃതരാഷ്ട്രപുത്ര, നീ ഇങ്ങനെ വീമ്പിളക്കണത്? വിഗദ്ധസേ ഹന്താസ്മി പ്രഥമം ഭീഷ്മം മിഷതാം സർവധന്വിനാം. വില്ലെടുത്തവരൊക്കെ ഈ കുരുക്ഷേത്രത്തിൽ കണ്ടുകൊണ്ടിരിക്കെ ആദ്യമായിട്ട് ഞാൻ ഭീഷ്മനെ തട്ടിത്താഴത്തിടും. ആദ്യമായിട്ട് ഞാൻ ചെയ്യാൻ പോണത് അതാ. പേടി നിനക്കാണ്, ഞങ്ങൾക്കല്ലാന്ന്. ഭീഷ്മന്റെ സ്ഥാനത്ത് ഒരു 32 ഭീഷ്മന്മാരും ദ്രോണന്മാരും അവിടെ വന്നോട്ടെ. ഞങ്ങൾ യുദ്ധം ചെയ്യണത് ശത്രുക്കളോടല്ല, അധർമ്മത്തിനോടാണ്. ആ അധർമ്മപക്ഷത്തിൽ നിൽക്കുന്നവരാരായാലും അവരോട് ഞങ്ങൾ പടപൊരുതും. അപ്പം അതിനുള്ള തയ്യാറോടുകൂടിയിരിക്കുകയാണ്. നല്ലോണം കാത്തിരുന്നോളൂ, നാളെ കാലത്ത് വരെ. ഹന്താസ്മി പ്രഥമം ഭീഷ്മം മിഷതാം സർവധന്വിനാം. യുധിഷ്ഠിരൻ കൂട്ടിച്ചേർക്കുകയാണ്, ഞാൻ എന്തൊക്കെ പറഞ്ഞാലും ജ്ഞാതിവധം എനിക്കിഷ്ടമല്ല. അതിനു വേണ്ടിയിട്ടാണ് 5 ഗ്രാമം വരെ ചോദിച്ച് അതുകൊണ്ട് തൃപ്തിപ്പെടാമെന്ന് പറഞ്ഞത്. അതും നീ തരില്ല എന്ന് പറഞ്ഞ് കീഴടങ്ങിയില്ല. ഈ യുദ്ധം ഞങ്ങൾ ചെയ്യുന്നതല്ല, ഞങ്ങൾക്ക് ഇച്ഛയുമില്ല. ഇത് ഞങ്ങളിൽ അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ്. ഒരു ക്ഷത്രിയനിൽ അടിച്ചേൽപ്പിച്ചു കഴിഞ്ഞാൽ നിവൃത്തിയില്ലാതെ യുദ്ധം ചെയ്യണം. അത് മാത്രമല്ല, ഞങ്ങളോട് ഇത്രയധികം ക്രൂരതയും കാഠിന്യവും കാണിക്കുന്ന ഒരാൾ ഈ രാജ്യത്തിന് ഭരിച്ചാൽ പ്രജകൾക്ക് എങ്ങനെ സമാധാനവും ക്ഷേമവും ഉണ്ടാവും? അപ്പം ഇത്തരത്തിലുള്ള ക്രൂര രാജാക്കന്മാരുടെ ശാസനം ഒരു കാലത്തും പ്രജകൾക്ക് നല്ലതല്ല. അപ്പം പ്രജകളുടെ ഭാഗ്യവും ക്ഷേമവും ഉദ്ദേശിച്ചാണ് ഒരു ക്ഷത്രിയൻ പടപൊരുതുന്നത്, സ്വാർത്ഥത്തിന് വേണ്ടിയിട്ടല്ല. അതിനാൽ ഉലൂക ചെന്ന് പറയണം, നചാഹം കാമയേ പാപം അഭികീട പിപീലയോഹോ കിം പുനർജ്ഞാതിഷു വധം കാമയേയം കഥഞ്ജന. ആ യുധിഷ്ഠിരൻ്റെ സൗമ്യതയും ആ ഉദാരബുദ്ധിയും അനുഭാവവും എപ്പോഴും പ്രത്യക്ഷ. നമ്മുടെ മനസ്സിന് ഏറ്റവും നല്ല സരളഭാവം ഉണ്ടാവാം, എന്നാലും ഒരു സന്ദർഭത്തിൽ കൂടിയേ തീരൂ എന്നുള്ള കാര്യങ്ങളിൽ നിന്ന് ഒഴിവാവാൻ പറ്റില്ല. അങ്ങനെ ഒഴിവാവാതിരിക്കുമ്പോഴും മനസ്സിൻ്റെ വൈഭവമാണ് മുൻതൂക്കമായി നിൽക്കേണ്ടത്. അത് യുധിഷ്ഠിരൻ്റെ കാര്യത്തിൽ വളരെ വ്യക്തമായി കാണാം. നിങ്ങൾ പലരും അത് കണ്ട് ആസ്വദിക്കാൻ സാധിക്കാത്തവരാ. എന്തിനാ ഇത്രയധികം അനുഭാവം കാണിക്കണത് എന്ന്. നമുക്ക് ക്ഷമയുള്ളിടത്തോളം കാലം എത്രത്തോളം ക്ഷമ കാണിച്ചോ അത്രത്തോളം നമുക്ക് ഉൾശക്തി കൂടി വരിക ചെയ്യാം. സഹിക്കുന്നതിന് അർത്ഥം എന്താ? മനഃശക്തി കൂടി വരിക എന്ന്. എത്ര സഹിച്ചോ അത്രയും ശക്തി കൂടി, മനസ്സിന് വികാസം കൂടി. നചാഹം കാമയേ പാപം അഭികീട പിപീലയോഹോ. ഉറുമ്പിനും പുഴുവിനും കൂടി ഓരോ ഉപദ്രവവും ഉണ്ടാവരുത്, അവരിൽ പാപമേൽപ്പിക്കരുത് എന്നുള്ള വിചാരമാണ് ദുര്യോധന എൻ്റെ മനസ്സിൽ. അതാണ് അടിമുടി എനിക്കുള്ളത്. അതുകൊണ്ടാണ് ഞാൻ കൃഷ്ണനെ പറഞ്ഞയച്ചത്. അതുകൊണ്ടാണ് 5 ഗ്രാമം മതി എന്ന് വരെ എരന്നത് നിങ്ങളോട്. കിം പുനർജ്ഞാതിഷുവധം കാമയേയം കഥഞ്ജന. കൃമികീടങ്ങൾക്ക് പോലും ഒരു വ്യഥ ഏൽപ്പിക്കരുത് എന്നാണ് എൻ്റെ മനസ്സിലുള്ള വിചാരം എന്ന് വെച്ചാൽ പിന്നെ ജ്ഞാതികളിൽ വധം വരട്ടെ, വധം നടത്തുക, വധം പ്രയോഗിക്കുക എന്നുള്ളത് ഉണ്ടാവുമോ? ഉണ്ടാവില്ലല്ലോ. ഏതദർത്ഥം മയാ താത പഞ്ചഗ്രാമാവൃത പുര
കഥം തവ സുദുർബുദ്ധേ ന പ്രേക്ഷേ വ്യസനം മഹത്. ഈ അർത്ഥത്തിലാണ് 5 ഗ്രാമത്തിന് വേണ്ടി ഞാൻ ചോദിച്ചത്. എന്നിട്ടും കഥം തവ സുദുർബുദ്ധേ ന പ്രേക്ഷേ വ്യസനം മഹത്. ഈ സന്ദേശം കൃഷ്ണന് കൊടുത്തു, പ്രതികരണമുണ്ടായി. കൃഷ്ണൻ അത് ഇങ്ങോട്ട് വന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതും കേട്ട് കൂർക്കം വലിച്ച് ഉറങ്ങുന്ന നീ വിചാരിച്ചത്? അങ്ങനെ ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ കയ്യിൽ എന്താണ് ബാക്കിയുള്ളത്? കഥം തവ സുദുർബുദ്ധേ ന പ്രേക്ഷേ വ്യസനം മഹത്. ഈ യുദ്ധം നാളെ മുതൽക്ക് അങ്ങോട്ട് തുടങ്ങിയെന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും? 44,99,990 പേരാണ് 18 ദിവസം കൊണ്ട് കൊന്ന് മരിച്ച് വിഴാൻ പോകുന്നത്. കൃഷ്ണൻ അന്ന് അവിടെ വന്ന് പറഞ്ഞു. ആ പറഞ്ഞ കാര്യങ്ങൾ നീ കേട്ടുവോ? കേട്ടില്ല. ഇത്രയും പറഞ്ഞു നിർത്തി യുധിഷ്ഠിരൻ പറയാണ്, ഉലൂക, ഉലൂകൻ മടങ്ങിപ്പോവും, ഇവിടെ നിൽക്കണ്ട.